ഹായ് ഗൈസ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നൈസായിട്ട് മുങ്ങി എന്നല്ല, നൈസായിട്ട് പത്തിരി ഉണ്ടാക്കി. പത്തിരിൻ്റെ മാവ് ഉണ്ടാക്കുന്ന വീഡിയോയും പത്തിരി പ്രസ് ചെയ്ത് എടുക്കുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് പത്തിരി ചുടുന്ന വീഡിയോ എടുക്കുന്നത്. നല്ലോണം കുഴച്ച് നല്ല മാവാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പത്തിരീൻ്റെ അത് കളർ വന്നത് ബീഫിലിട്ട തവിയാണ് കേട്ടോ, അതുകൊണ്ടാണ് കളർ അങ്ങനെ വന്നു. ഞാൻ ഇത്ര ക്വാണ്ടിറ്റി ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലാസ്റ്റ് എത്ര പത്തിരി ഉണ്ടെന്ന് നോക്കാം. എല്ലാം കൂടെ ആകുമ്പോൾ അത് മൊത്തം, ഈ പത്തിരി മൊത്തവും നമുക്ക് കഴിക്കാൻ പറ്റൂല, കാരണം വയറ് ഫുള്ളാവും. സ്നാക്കും ജ്യൂസും അങ്ങനെ ഓരോന്ന് കഴിച്ച് പൊരികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും വയറ് ഫുള്ളാവും. അപ്പോൾ ഈ പത്തിരി തന്നെ മൊത്തം കഴിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം ബാക്കി വരും. അപ്പം നോക്കാം. ചിലപ്പോൾ ഞാൻ ആനക്കുട്ടിയാവും ഗൈസ്, സം ടൈം, ബിക്കോസ് നോമ്പല്ലേ. ഇന്ന് ഞാൻ പുലർച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാണ്ട് നോമ്പെടുത്തതാണ്. അപ്പം എനിക്ക് വിശക്കൂലേ? അത് പറഞ്ഞത് കേട്ടോ, ആവശ്യത്തിന് കഴിക്കണം. പിന്നെ ആവശ്യത്തിലധികം കഴിച്ചൊരു സ്റ്റോറി വേറെ ഉണ്ട്. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റാഫുകൾക്ക് കുറച്ച് പേർക്കറിയാം, അവരുടെ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ലോകം മുഴുവൻ കാണുന്ന ഫ്രണ്ട്സ് ഉള്ളതല്ലേ, നിങ്ങളെല്ലാവരും കൂടി ചിരിക്കുമ്പോൾ ഞാൻ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ നിങ്ങളോട് ആ സ്റ്റോറി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്ന് പത്തിരി. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് പൊള്ളി ഉഷാറായി വന്നാൽ നമ്മൾ പത്തിരി 100% ഓക്കെ എന്ന് പറയാം. അല്ലാതെ അത് കല്ല് പോലെ അവിടെ കുറച്ച് പൊന്തി ഇവിടെ കുറച്ച് പൊങ്ങി അങ്ങനെ മൊത്തത്തിൽ ഒരു ഒറ്റ ടൈമിൽ തന്നെ അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കുമ്പളായിട്ട് വരും, നിറഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ റെഡിയാക്കിയ മാവും കറക്റ്റായിരിക്കും, പത്തിരി നന്നായിട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പറ്റുക. അപ്പം ഇങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കി ചുടുന്നത്. അപ്പോൾ വേഗം കഴിയുമെന്ന് വെച്ചാൽ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. പിന്നെ പത്തിരി കല്ലുണ്ട് വേറെ, അടുപ്പിൽ വെച്ചിട്ട് ഇതാക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക്. ഞാൻ പത്തിരി ചുടുന്ന നോൺ സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വാങ്ങണം. പത്തിരീൻ്റെ കല്ല് ഇവിടെ ഉണ്ട്. അതിൽ 5-6 പത്തിരിയൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. പക്ഷെ അതിന് അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിക്കുമ്പോൾ ഈ വീഡിയോ എടുക്കലും അടുപ്പിൻ്റെ അകത്ത് ഊതലും എല്ലാം കൂടെ നടക്കൂല. തീയെങ്ങാനും കുറഞ്ഞു പോകും, നമ്മളത് ഊതി കൊടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നടക്കൂല. പത്തിരി നന്നായിട്ട് ചൂടായാലേ പുള്ളിയും കിട്ടുള്ളൂ കേട്ടോ, അതും വേറെ കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി തിരിച്ചിടുന്നുണ്ട്. നന്നായിട്ട് പൊള്ളി വരട്ടെ എല്ലാ സൈഡും. ഇപ്പം സെറ്റ്. എന്നിട്ട് അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് അടുത്ത അതിൻ്റെ കൂടെ തന്നെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ വേഗം വേഗം നമ്മുടെ പത്തിരി ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കിത് ഉണ്ടാക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ടൈമില്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല. ഒന്നാമത് ഈ ജോലിക്കാർ പഠിക്കുന്നവർ, അവർക്കൊന്നും കിച്ചണിൽ വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഞാൻ ഇതൊക്കെ പഠിക്കുന്ന ടൈമിൽ, ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ പഠിത്തത്തിൽ അങ്ങനെ കുറഞ്ഞ ക്ലാസ്സിലാണല്ലോ, അപ്പോൾ പിന്നെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലല്ലോ. നോർമലി സ്റ്റഡി ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ ശ്രദ്ധ, നമ്മൾ ജോലി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. വീട്ടിൽ വന്നാൽ ക്ഷീണം കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം ഇതൊന്നും ഉണ്ടാക്കാനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറുന്നത്. അല്ലാതെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും എളുപ്പ പണി എന്ന് പറഞ്ഞാൽ പത്തിരി കമ്പനി, ചപ്പാത്തി കമ്പനി അവരെയൊക്കെ ആശ്രയിച്ച്
ജീവിക്കുന്നു. ഇതൊന്നും ഉണ്ടാക്കാതെ പിന്നെ മാക്സിമം പട്ടിണി കിടക്കാൻ നോക്കും. പട്ടിണി സഹിക്കാൻ പറ്റൂല, ഫുഡ് കഴിച്ചേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോൾ മാത്രം ഫുഡിലേക്ക് തിരിയും. ആദ്യത്തെ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. ഒരു 40 കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അതിൻ്റെ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഒരു 28 തൊട്ടിട്ടൊരു 35 വരെയൊക്കെ, 37 വരെയൊക്കെ നന്നായിട്ട് വാരി വലിച്ച് ഫുഡ് കഴിക്കും. എന്നുവെച്ചാൽ വയറിൽ എത്രത്തോളം കൊള്ളും അത്രത്തോളം, പിന്നെ അതിന് ശേഷം അതെടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെച്ചിട്ട് സേവ് ആക്കി വെച്ചിട്ട് വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി, അത്യാഗ്രഹം ഒക്കെ പറയാം. അങ്ങനെ കഴിക്കും. അങ്ങനെ വയറ് ഫുള്ളാക്കി ഗുണ്ടുമണിയായി. ഒരു 85 kg ഒക്കെ, 85 kg ഒക്കെ ഞാൻ എത്തി ഗൈസ്. ഇപ്പം ഞാനൊരു 65-70 ഉള്ളിൽ, 68-65 ഉള്ളിലാണ് കേട്ടോ ഇപ്പം ഞാൻ വെയിറ്റുള്ള. അപ്പം അന്ന് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് അങ്ങനെ ആയത്. പിന്നെ ഇപ്പം ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ, നീ ആളാകെ മാറിയല്ലോ, എന്തോരം മെലിഞ്ഞു, അന്ന് നീ എന്ത് തടിയായിരുന്നു, അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാനത് പറയുമ്പോൾ ആണോ, നമ്മളപ്പോൾ ആ തിന്നുന്ന ടൈമിലൊന്നും നമ്മളെ ശരീരത്തെ ശ്രദ്ധിക്കൂല. കാരണം നമുക്ക് തിന്നണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കിട്ടുന്നത് മൊത്തം ഇറച്ചി, മീൻ, അത് ഇത് എന്ന് പറഞ്ഞ് വാരി വെച്ച് കഴിക്കണം എന്നല്ലാണ്ട് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇത് വേറെ ഓരോ സൈഡിലേക്കായി വീർത്ത് നമ്മൾ വീർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആണ് അത് അങ്ങനെ പറ്റിയത്. പിന്നീടാണ് മെലിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പറയാൻ തുടങ്ങി, നല്ല മൊഞ്ചൊക്കെ ആയിട്ടുണ്ട് മെലിഞ്ഞതിന് ശേഷം. അങ്ങനെ ഒരുപാട് മൊഞ്ചൊന്നുമില്ല, ഇച്ചിരി മൊഞ്ചൊക്കെ, ഇച്ചിരി ഒരു കടുക് മണിയോളം അത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കുറേ ബുക്കി പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, നമുക്കറിയാമല്ലോ നമുക്ക് എത്ര ഭംഗിയുണ്ടെന്നില്ലേ. ഒരു കടുക് മണിയോളം അത്രയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു പിടുത്തം പിടിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് kg കുറയ്ക്കല്ലാതെ കൂട്ടുന്ന പരിപാടി ഇല്ല എന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമ്മൾ മെലിഞ്ഞതാകുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയും. തടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉറക്കം വരും, മടി വരും, ജോലി ചെയ്യാനൊക്കെ മടി വരും. ഇപ്പം ഞാൻ ഏകദേശം ഇനി എനിക്ക് മെലിയാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ മെലിഞ്ഞ് കിട്ടാനിട്ടാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പട്ടിണി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉഷാറുണ്ടാവില്ല, ഒന്നിനോട് ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും ഫുഡ് കഴിച്ച് നല്ല എനർജിയിൽ നിന്നാലും നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ഒരുപാടൊന്നും കുറക്കാറില്ല. എന്നാലും എനിക്ക് കുറഞ്ഞ് കിട്ടാനാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഈ എല്ലാവരും കഴിക്കുന്ന മോഡൽസും കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, പണക്കാരും ഒക്കെ കഴിക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി നല്ല കറക്റ്റ് ഫിറ്റിങ്സിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള എമൗണ്ട് ഇല്ലല്ലോ. അതൊക്കെ ആ ഒരു ലെവലിലെത്താൻ നമുക്ക് അതിനുള്ള എമൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ട് പക്ഷെ നമുക്ക് പട്ടിണി എടുക്കാനും പറ്റില്ല. പട്ടിണി കിടന്നിട്ട് ഫുഡ് കുറച്ചിട്ട് മെലിയാനും ഹെൽത്ത് ശരീരം റെഡിയാക്കി എടുക്കാനൊന്നും നിന്നിട്ട് കാര്യമില്ല. അതിൻ്റെ പുറത്ത് നമുക്ക് വേറെ അസുഖങ്ങൾ വരികയാണ് ചെയ്യാം. ഇത് ഈ ബീഫിൻ്റെ ഈ കളർ ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിന് വേറെ ഒന്നും മിസ്റ്റേക്കൊന്നുമില്ല. ഞാൻ സാറ്റിസ്ഫൈഡാണ് ഈ ഒരു കാര്യത്തിൽ. ഇത് സെറ്റായിട്ടുണ്ട്, കറക്റ്റാണ്, നൈസായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കാത്തതിൻ്റെ, ഇത്രയും കുറഞ്ഞ് കിട്ടിയതിൻ്റെ ഒക്കെ കാരണങ്ങൾ. പിന്നെ അത്യാവശ്യം എപ്പോഴും ബിസി ആവുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാനും ടൈം കിട്ടില്ല. പിന്നെ ജോലി ചെയ്യുന്നിടത്ത് ആകെ അരമണിക്കൂർ ഫുഡിൻ്റെ ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരണം. കറക്റ്റ് ടൈം എഴുതിയിട്ട് കറക്റ്റ് ടൈമിൽ വന്ന് കയറണം. റെസ്റ്റിനൊന്നും ടൈം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു നെട്ടോട്ട് ഓടുന്നൊരു സാഹചര്യമാണിപ്പോൾ. അപ്പം ഫുഡ് കുറേ കഴിച്ചാലും
നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചാൽ ഇച്ചിരി റെസ്റ്റൊക്കെ വേണ്ടേ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാരി വലിച്ച് കഴിക്കാണ്ടിരിക്കുക നല്ലത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ആകെ 2 മണിക്കൂർ വന്നാൽ കഴിക്കാൻ ടൈം ഉണ്ടാവാറുള്ളൂ. അത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാനോ പഠിക്കാനോ നിസ്കരിക്കാനോ കുളിക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാക്കിയിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം ഞാനങ്ങനെ കുളിക്കാറില്ല. വൈകിട്ട് എപ്പോഴെങ്കിലും ഞാൻ കുളിക്കാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ കുളിക്കാൻ എനിക്ക് നമ്മളിപ്പോൾ നമ്മളെ സ്മെല്ല് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആദ്യമൊക്കെ ഞാനൊന്ന് മേലെ കഴുകാനെങ്കിലും നിൽക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ തിരക്ക് കാരണം വേഗം മുഖമൊക്കെ ഒന്ന് കഴുകും. ഇത്രയും എന്നിട്ട് വന്നിട്ട് ഞാൻ കിടക്കും, നിസ്കരിച്ചിട്ട് എന്നിട്ട് കിടക്കും. ഒരു 5 മിനിറ്റ് കുളിക്കുമ്പോൾ പോവില്ലേ. അപ്പം അത് പോകാണ്ടിരിക്കാൻ മടിയെല്ലാം കൂടെ ആയിട്ട് കുളിക്കാതെ വന്നിട്ട് കിടക്കും. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ എന്തെങ്കിലും ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ കുറേയൊക്കെ ഞാൻ തറയിലിറങ്ങിയൊക്കെ കിടന്നു നോക്കും, ടൈൽസിലൊക്കെ കിടന്നു നോക്കും. എന്നിട്ടും തയ്ക്കാൻ പറ്റില്ല കണ്ടാൽ മാത്രം പോയിട്ടൊന്ന് മേലൊന്ന് കഴുകിയിട്ട് വന്നിട്ട് കിടക്കും. എന്താണ് ഞാൻ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അന്ന് വിചാരിച്ചിട്ട് ആരും അടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. എപ്പോഴും ഫ്രഷാണ്. നമ്മൾ നല്ല വൃത്തിക്ക് ചെളിയിലോ സ്മെല്ല് നല്ല ബോറായിട്ടുള്ള സ്മെല്ലുള്ള സ്ഥലത്തോ അങ്ങനെയൊന്നും ഇരുന്നും നടന്നും അങ്ങനെയൊന്നും വരുന്നതല്ലല്ലോ. നമ്മൾ നല്ല സ്ഥലത്തുനിന്ന് വരുന്നതൊക്കെ ആയതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളും വൃത്തികേടും ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇതാ സംസാരിച്ച് ഞാൻ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പത്തിരി ഇതാ ഇത്രത്തോളമായി. ഇനി ഈ പരിപാടി നിർത്തിയിട്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇനി ചിലപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കും. സ്റ്റോറേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം വേണം അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. കാരണം ഒരുപാട് ഗ്രൂപ്പ് ഇതിൻ്റെ അകത്തുണ്ട്, പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ. അതൊക്കെ എന്തായാലും ഈ ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് കിട്ടും കേട്ടോ ഗൈസ്. ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ സമയമായി. ലാസ്റ്റ് 6th സെമ്മാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ പത്തിരിയൊക്കെ ആണല്ലേ, പത്തിരി നല്ല നൈസ് പത്തിരിയാണ്. അപ്പോൾ ഞാനിത് വൈകിട്ട് കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.